വിവാഹ റിസപ്ഷന്റെ ഓരോ നിമിഷങ്ങളും അനുമോളും ഭുവനും എൻജോയ് ചെയ്യുകയായിരുന്നു. ഒരു സ്വപ്ന തുല്യമായ വിവാഹം തന്നെയായിരുന്നു അനുമോൾക്ക്. അനുമോൾ ആഗ്രഹിച്ചതുപോലെ രണ്ട് വ്യത്യസ്ത വേഷങ്ങളിലാണ് വിവാഹ റിസപ്ഷന് അനു എത്തിയത്. ഒരു നേവി ബ്ലൂ, ഒരു റോയൽ ബ്ലൂ കളറിലുള്ള ഒരു ഗൗണും ഒരു സിൽവർ കളറിലുള്ള ഒരു ഗൗണുമാണ് അനുമോൾ അണിഞ്ഞിരുന്നത്. അതീവ സുന്ദരിയായിട്ടാണ് അനുമോൾ എത്തിയത്. ഒരു സിൽവർ ഗോൾഡ്, ഒരു മാലാഖയെ പോലെ, നമ്മൾ സ്വർഗത്തിലേക്ക് കാണുന്ന മാലാഖയില്ലേ, അതുപോലെ ഒരു ലുക്കിലൊക്കെയാണ് അനുമോൾ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എൻജോയ് ചെയ്തു. തന്റെ വിവാഹം എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അനുമോൾ എൻജോയ് ചെയ്തു. ഇരുവരുടെയും പ്രണയ നിമിഷങ്ങളും ഭാര്യയും ഭർത്താവുമായ ശേഷമുള്ള അതുല്യ നിമിഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിനുള്ള ഇടയുള്ള ഒരു രസകരമായ ഒരു സംഭവമാണ്. കേക്ക് മുറിച്ച് അനുവിന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഭുവൻ അനുവിനെ ഒന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. എന്നാൽ അനു പിന്നീട് കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അനു ഭുവനെ ചുംബിക്കുന്നത് നമ്മൾ കാണാം. എന്നാൽ പിന്നീട് അനുവിനോടുള്ള സ്നേഹം കൂടി അനുവിനെ അമർത്തി ചുംബിക്കുന്ന ഭുവനെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതിനു മുൻപും ഇതിനു മുൻപും ഭുവനും അനുവും പങ്കുവച്ച ഒരു വീഡിയോയിലും ഇതേ വിഷ്വൽ നമ്മൾ കണ്ടു. അനുമോളെ കല്യാണം കഴിച്ചത് ഇപ്പോഴും ഭുവന് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്ന് നമുക്ക് തോന്നും. ഭുവൻ അത്രയും അനുമോളെ സ്നേഹിക്കുന്നുണ്ടെന്നും വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും. ഭുവൻ തമിഴ്നാട്ടുകാരനാണ്. ചെന്നൈയിലാണ് ഭുവന്റെ കുടുംബമൊക്കെ. അമ്മയും ഭുവനുമാണ് പ്രധാനമായിട്ടുള്ളത്. വലിയ കുടുംബമായിട്ടൊന്നും ബന്ധമുള്ളവരോ അല്ലെങ്കിൽ വലിയ കുടുംബാംഗങ്ങളുള്ളവരോ ഒന്നുമല്ല ഭുവൻ. ഭുവനും അമ്മയും സ്വസ്ഥമായി സന്തോഷത്തോടെയും കഴിയുകയാണ്. ഭുവൻ നടനാണ്, അഭിനേതാവാണ്, റീലൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. മാത്രമല്ല പല പല ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് ഒരു ഷോയിൽ, കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നൊരു ഗണത്തിലേക്ക് ഇത് മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഭുവനുമായി പ്രണയത്തിലായതും കല്യാണം നിശ്ചയിച്ചപ്പോഴുമൊക്കെ തന്നെ വല്ലാതെ അലട്ടിയത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറയുകയാണ് അനുമോൾ. തനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ താൻ ആരോടും അത് പറഞ്ഞില്ല. പക്ഷേ ഭുവൻ ഇങ്ങോട്ടത് പറഞ്ഞു, തന്നെ മനസ്സിലാക്കിയെന്ന് നിറകണ്ണുകളോടെയാണ് അനുമോൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്താണ് അനുവിന്റെ വീട്. അപ്പോൾ കൊച്ചിയിൽ പോയാലോ ചെന്നൈയിൽ പോയാലോ ലോകത്ത് എവിടെ പോയാലും തിരികെ തിരുവനന്തപുരത്ത് എത്തണം എന്നാണ് അനുവിന്റെ ആഗ്രഹം. എന്നാൽ അത് അനു ആരോടും പറഞ്ഞില്ല. കാരണം ഭുവനോട് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ. തന്റെ വീടും വീട്ടുകാരും തന്റെ നാടും വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അനുവിന്റെ ആ മനസ്സ് ഭുവൻ മനസ്സിലാക്കി. അങ്ങനെ ഭുവൻ അനുവിനോട് പറഞ്ഞു,